വിനോദ നികുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ GCDയോടും കൊമ്പ് കോർക്കാൻ കൊച്ചി കോർപ്പറേഷൻ. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളുടെ വിനോദ നികുതി അടയ്ക്കാത്തതിൽ ബ്ലാസ്റ്റേഴ്സിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകി. ഉടൻ പണമടച്ചില്ലെങ്കിൽ കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മുൻ വർഷങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ GCDയോടും തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നിധിൻ സേവ്യർ നൽകും. നിധിൻ, ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ നികുതി GCDയെ അടയ്ക്കാത്തതാണോ അതല്ല ബ്ലാസ്റ്റേഴ്സാണോ അടയ്ക്കേണ്ടത്? അജിംസ്, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് കൊച്ചി കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് വിനോദ നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ. അതായത് മുൻ വർഷങ്ങളിൽ നടന്നതിൻ്റെയും ഈ വർഷം നടന്നതിൻ്റെയും നികുതികൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചിട്ടില്ല എന്നാണ് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. നേരത്തെ തന്നെ ഈ കൊച്ചി കോർപ്പറേഷനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിയമോപദേശം തേടിയ ശേഷമാണ്, ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിയമോപദേശം തേടിയ ശേഷമാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയെന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ടിക്കറ്റ് വിൽപ്പന, ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയുടെ വിശദാംശങ്ങളും ഒപ്പം ഈ വർഷം നടന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങളും അടക്കം, ഈ സീസണിൽ നടന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങളും അടക്കം എല്ലാം ഉടനടി ഹാജരാക്കണമെന്നും പിഴ അടയ്ക്കാത്ത പക്ഷം അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്ത പക്ഷം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു നോട്ടീസ് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ GCDയ്ക്കും ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ. അതായത് മുൻ വർഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് GCDയ്ക്കും നൽകിയിട്ടുള്ളത്. നികുതി അടയ്ക്കാതെ വർഷങ്ങളായി തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും വിനോദ നികുതി പൂർണ്ണമായും വാങ്ങിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തെ തുടർന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അജിംസ്.